പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ കുറ്റവാളിയെ പോലീസ് പിടികൂടി. അസം സ്വദേശി അമീറുൽ ഇസ്ലാമാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. 23-കാരനായ ഇയാൾ ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും പോലീസ് പറയുന്നു. സംഭവസ്ഥലത്തുനിന്നും കണ്ടെത്തിയ ചെരുപ്പിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് കുറ്റവാളിയിലേക്ക് എത്തിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അല്പസമയത്തിനകം DGP കൊച്ചിയിലെത്തും. ജിഷ കൊല ചെയ്യപ്പെട്ട് 50 ദിവസം പിന്നിടുമ്പോഴാണ് പ്രതി പിടിയിലാകുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് 2 ദിവസം മുൻപ് പ്രതി കസ്റ്റഡിയിലായിരുന്നു. അസം സ്വദേശി 23-കാരനായ അമീറുൽ ഇസ്ലാമിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. DNA പരിശോധനയിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇയാളെ രഹസ്യ കേന്ദ്രത്തിൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അമീറുൽ ഇസ്ലാമിന്റെ 4 സുഹൃത്തുക്കളും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ജിഷയുടെ വീടിനടുത്തുനിന്ന് കണ്ടെത്തിയ കറുത്ത റബ്ബർ ചെരുപ്പാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ജിഷയുടെ രക്തം ചെരുപ്പിലുണ്ടായിരുന്നു. ചെരുപ്പ് വിറ്റ കടയുടമയുടെ മൊഴിയും പ്രതിയിലേക്ക് പോലീസിനെ വേഗത്തിലെത്തിച്ചു. ജിഷയുമായി ഇയാൾക്ക് പരിചയമുണ്ടായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. ഇയാളുടെ ചിത്രം ജിഷയുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നു. പ്രതിയും സുഹൃത്തുക്കളും തന്നെയാണ് നേരത്തെ ജിഷയുടെ വീട്ടിലേക്ക് കല്ലെറിഞ്ഞതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്നാൽ കൊലപാതകത്തിലേക്ക് നയിച്ച വസ്തുതകൾ പോലീസ് വെളിപ്പെടുത്തേണ്ടതുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള ചില ഉദ്യോഗസ്ഥർ റിപ്പോർട്ടറോട് പറഞ്ഞു. കൃത്യം നടന്നതിനു ശേഷം ഏപ്രിൽ 29-ന് ഇയാൾ അസമിലേക്ക് പോയി. പിന്നീട് തിരിച്ചു വരികയായിരുന്നു. ഏപ്രിൽ 28-നാണ് കേരളത്തെ പിടിച്ചുലച്ച കൊലപാതകം നടന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ADGP B സന്ധ്യയെ അന്വേഷണ സംഘത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.